മറ്റു ചില വാർത്തകളിലേക്ക് കടക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയുള്ളത് ഈ മഹാബലിയുടെ കാലത്ത് എള്ളോളമില്ല പുളിവചനം എന്നാണ്. കള്ളപ്പറയില്ല, ഈ പറയുന്ന ചെറുനാഴിയില്ല, ഈ പറയുന്ന ഒരു തരത്തിലുള്ള പുളിവചനങ്ങളും ഇല്ലാത്തൊരു കാലമായിരുന്നു. ഇപ്പോഴാണെങ്കിലോ NDA എടുത്താൽ, എൻട്രൻസ് പരീക്ഷ എടുത്താൽ തട്ടിപ്പ്, ഭക്ഷണ സാധനങ്ങൾ എടുത്താൽ തട്ടിപ്പ്, രാഷ്ട്രീയം എടുത്താൽ തട്ടിപ്പ്, തട്ടിപ്പല്ലാതെ മറ്റൊന്നുമില്ലാത്ത അവസ്ഥയായി മാറിയിരിക്കുന്നു. മഹാബലി വന്നു നോക്കുമ്പോൾ ഇക്കുറി ആദ്യം കാണുന്നത് നമ്മുടെ CJP പിള്ളേരെ ആയിരിക്കും, പാറ്റകളെ ആയിരിക്കും. പാറ്റകൾ മഹാബലിയോട് പറയുന്ന പരാതി എന്തായിരിക്കും? ആദ്യത്തെ പ്രധാനപ്പെട്ട പരാതി, ഇവിടെ ഒന്നും ശരിയല്ല, സിസ്റ്റം ടോട്ടലി ഗോൺ എന്നാണ്. നെറ്റ് പുനഃപരീക്ഷ അത് പ്രഖ്യാപിച്ചിരിക്കുകയാണ് NDA, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. അപ്പോൾ ശക്തമായ പ്രതിഷേധമാണ് വരുന്നത്. നെറ്റ് പരീക്ഷ എന്ന് പറഞ്ഞാൽ പ്രേക്ഷകർക്ക് മനസ്സിലായല്ലോ. UGC നെറ്റ് പരീക്ഷ, UGCയുടെ 2-3 നെറ്റ് പരീക്ഷകൾ ആ ചോദ്യപേപ്പറിൽ പിഴവുകളുണ്ട് എന്നാണ് NTA പറയുന്നത്. NTA ആസ്ഥാനത്തേക്ക് ഇന്ന് SFI മാർച്ച് നടത്തും. NTA പിരിച്ചുവിടണമെന്നാണ് SFIയുടെ നിലപാട്. വിഷയം ചൂണ്ടിക്കാട്ടി പ്രതിഷേധം ശക്തമാക്കാനാണ് CJPയുടെയും തീരുമാനം. സോഷ്യോളജി, കൊമേഴ്സ്, ഇംഗ്ലീഷ് ഈ 3 പരീക്ഷകളാണ് വീണ്ടും പ്രഖ്യാപിച്ചത്. അടുത്ത മാസം 9, 10 തീയതികളിലാണ് പരീക്ഷ. സോഷ്യോളജി പരീക്ഷയ്ക്കെതിരെ വ്യാപകമായ പരാതികൾ ഉയർന്നിരുന്ന പശ്ചാത്തലത്തിലാണ് NTAയുടെ തീരുമാനം. നോബൽ മാരിക്കാരൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. നോബൽ മാരിക്കാരൻ, വെരി ഗുഡ് മോർണിംഗ്. ഹാപ്പി ചിങ്ങദിനാശംസകൾ, പുതുവത്സരാശംസകൾ. NTAയുടെ കാര്യത്തിൽ ഒരുപാട് ആശങ്കകൾ ബാക്കി നിൽക്കുകയാണ്. അതിനിടയിലാണ് ഇപ്പോൾ നീറ്റ് പരീക്ഷയിലും ക്രമക്കേടുകളും പിഴവുകളും ഇപ്പോൾ NTA തന്നെ സമ്മതിച്ചിരിക്കുന്ന സാഹചര്യം ഉണ്ടാവുന്നത്. യഥാർത്ഥത്തിൽ ഇങ്ങനൊരു ഏജൻസി ഇനി നമുക്ക് ആവശ്യമുണ്ടോ എന്നൊരു ചോദ്യം തന്നെ ഉയരുന്നുണ്ട് അല്ലേ? ഇത് ഒന്നുകൊണ്ടും രണ്ടുകൊണ്ടും പഠിക്കുന്നില്ലല്ലോ NTA. എന്താണ് വിവിധ സംഘടനകളുടെ നീക്കം? CJP വീണ്ടും സമരവുമായി ഡൽഹിയിലേക്ക് തിരിച്ചു വരുമോ? അരുൺ, വെരി ഗുഡ് മോർണിംഗ്. പുതുവർഷ ആശംസകൾ. എത്ര കിട്ടിയാലും ചില ആളുകൾ പഠിക്കില്ല എന്ന് പറഞ്ഞ പോലെയാണ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ കാര്യം. നേരത്തെ നീറ്റ് പരീക്ഷ ഗുളമായി, ഇപ്പോൾ നെറ്റ് പരീക്ഷയും ഗുളമായി വീണ്ടും പുനഃപരീക്ഷയിലേക്ക് പോകുന്നു. 3 വിഷയങ്ങൾ, സോഷ്യോളജി, കൊമേഴ്സ്, ഇംഗ്ലീഷ് എന്നീ 3 വിഷയങ്ങളാണ് ഇപ്പോൾ പുനഃപരീക്ഷ നടത്താനുള്ള തീരുമാനം എടുത്തിരിക്കുന്നത്. 9, 10 തീയതികളിൽ, അടുത്ത മാസം 9, 10 തീയതികളിൽ ഈ പരീക്ഷ നടക്കും എന്നാണ് ഇപ്പോൾ വ്യക്തമാവുകയും ചെയ്തിരിക്കുന്നത്. നേരത്തെ തന്നെ ഈ സോഷ്യോളജിക്ക് ബന്ധപ്പെട്ടുകൊണ്ട് വലിയ ക്രമക്കേടുകൾ അല്ലെങ്കിൽ വലിയ വീഴ്ചകൾ ഉണ്ടായി എന്ന് വിദ്യാർത്ഥികൾ തന്നെ ആരോപിച്ചിരുന്നു. അക്ഷരത്തെറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടായി എന്നതാണ് ഏറ്റവും ഗൗരവം ഉണ്ടാക്കുന്ന കാര്യം. രാജ്യത്തെ പ്രധാനപ്പെട്ട ടെസ്റ്റിംഗ് ഏജൻസിയുടെ ഭാഗത്തു നിന്ന് ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ അക്ഷരത്തെറ്റൊക്കെ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ എത്രത്തോളം അലസമായിട്ടായിരിക്കും ഇത് കൈകാര്യം ചെയ്ത് നമുക്ക് ഊഹിക്കാവുന്നേ. അതാണെങ്കിലും പുനഃപരീക്ഷ പ്രഖ്യാപിച്ചതിന് പിന്നാലെ നേരത്തെയുള്ള പ്രധാന ആവശ്യങ്ങൾ ഒന്നാണ്, ഈ പറഞ്ഞ നീറ്റ് അടക്കമുള്ള വിഷയം വന്നപ്പോൾ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ ഒന്നായിരുന്നു NTA എത്രയും വേഗം പിരിച്ചുവിടണം, ഇങ്ങനെ സംവിധാനം തന്നെ വേണ്ട എന്ന്. ഇപ്പോൾ നെറ്റ് കൂടി കുളമായ പശ്ചാത്തലത്തിൽ NTA എത്രയും വേഗം പിരിച്ചുവിടുന്ന ആവശ്യം കൂടുതൽ ശക്തമാവുകയാണ്. പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ ഇതിപ്പോൾ വലിയ പ്രതിഷേധങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ആഹ്വാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. 3 മണിക്ക് SFIയുടെ മാർച്ച് NTA ആസ്ഥാനത്തേക്കുണ്ട്. NSU അടക്കമുള്ള സംഘടനകൾ, യൂത്ത് കോൺഗ്രസ് അടക്കമുള്ള സംഘടനകൾ, ASF അടക്കമുള്ള സംഘടനകളൊക്കെ സമരമായി എത്തുന്നു. പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കഴിഞ്ഞ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായ സംഘടനയാണ്, അത്തരത്തിൽ വലിയ പ്രതിഷേധവുമായി മാറിയ സംഘടനയാണ് CJP, കോക്രോച്ച് ജനതാ പാർട്ടി എന്നത്. അവർ കൂടി ഇത് ഏറ്റെടുക്കും എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഏത് തരത്തിലായിരിക്കും ഇതിന്റെ പ്രതിഷേധം എന്ന കാര്യത്തിൽ ഒരു വ്യക്തത എന്താണെങ്കിലും ഇപ്പോൾ വന്നിട്ടില്ല. നേരത്തെ നമുക്കറിയാം NTA പരീക്ഷ നടത്തി കുളമായതിന് പിന്നാലെയാണ് ധർമ്മേന്ദ്ര പ്രധാൻ രാജി എന്ന ആവശ്യത്തിലേക്ക് മൊത്തത്തിലെത്തുകയും അത് യാഥാർത്ഥ്യമായി പ്രഹ്ലാദ് ജോഷി ഇപ്പോൾ പുതിയ വിദ്യാഭ്യാസ മന്ത്രിയെ എത്തുകയും ചെയ്തത്. എന്നിട്ടും കാര്യങ്ങൾക്ക് വലിയ മാറ്റമൊന്നും ഇല്ല എന്നതും വലിയ ഗുരുതരമായ കാര്യമാണ്. എന്താണെങ്കിലും വലിയ പ്രതിഷേധം, വലിയ വിമർശനം, NTA പിരിച്ചുവിടണമെന്ന ആവശ്യം ശക്തം. അരുൺ, ഓക്കെ, തീർച്ചയായിട്ടും ഇങ്ങനൊരു NTA എന്തിനാണെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എന്താ അടിസ്ഥാനപരമായ പിശകുകൾ വരുത്തുക എന്നുള്ളതാണ്. ചില പണ്ഡിതന്മാരുടെ പേരുകൾ വിട്ടുപോവുക, അച്ചടിയിലാണെങ്കിൽ വ്യാകരണത്തെറ്റ്, ഒരു സെന്റൻസ് പൂർണ്ണമായിട്ടും ശരി പോലുമല്ല, അതും ഇംഗ്ലീഷിലാണെന്ന് ഓർമ്മിക്കണം. സോഷ്യോളജിയിലും അതേപോലെ കൊമേഴ്സിലും 3 സംഭവിച്ചിരിക്കുന്നു. ഗ്രാമർ മിസ്റ്റേക്ക്, വാക്യഘടനയിൽ പ്രശ്നം, അടിസ്ഥാന ആശയങ്ങളിൽ തന്നെ അവ്യക്തത, ശരിയായ ഉത്തരങ്ങൾ ഏത് എന്നുള്ളതിനകത്ത് അവ്യക്തത. ഈ ഉത്തരക്കടലാസ് എങ്ങനെ നോക്കാനാണ്? അതുകൊണ്ട് ഏതാനും ചോദ്യങ്ങൾ മാത്രം പിൻവലിച്ചാൽ പറ്റാത്ത അവസ്ഥ വന്നു. അടിമുടി കുഴപ്പമായിരുന്നു NDAയിലെ ഈ 3 പ്രധാനപ്പെട്ട പരീക്ഷയിൽ. ഒന്ന് കൊമേഴ്സ്, മറ്റൊന്ന് ഇംഗ്ലീഷ്, മറ്റൊന്ന് സോഷ്യോളജി. എന്നാലും 3 പരീക്ഷയും അത് വീണ്ടും നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു. പുതുതായിട്ട് ഫീസ് അടയ്ക്കേണ്ടതില്ല എന്നാണ് NTA പറയുന്നത്. ഇപ്പോൾ നമ്മൾ സാധാരണ സലീംകുമാറിൻ്റെ ഒരു ഡയലോഗ് കടമെടുത്ത് പറയുകയാണെങ്കിൽ, എവിടെ ചെന്ന് പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോ കുഴപ്പം എന്ന് NTAയുടെ കാര്യത്തിൽ നമുക്ക് പറയേണ്ടി വരും. നീറ്റി തൊട്ടു പൊളിഞ്ഞ് പാളീസായി. പിന്നീട് ഇതാ വരുന്നു അടുത്ത പരിപാടി, CBSE പരീക്ഷ നടത്താൻ പോയിട്ട് അത് പൊളിഞ്ഞ് കുളമായി ഒരു പരിവായി. ഇപ്പോൾ വരുന്നു NTAയുടെ അടുത്ത പരീക്ഷ. നീറ്റ് പോലെ തന്നെ നമ്മുടെ നമ്മുടെ ഈ കോളേജിലെ അധ്യാപകർക്ക് വേണ്ടിയിട്ട് നടത്തുന്ന പരീക്ഷയുടെ കാര്യത്തിലും ഈ അപാകത സംഭവിച്ചിരിക്കുന്നു. അപ്പോൾ എന്തായാലും ശക്തമായ പ്രതിഷേധം ഉയരുകയാണ്.